ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് അവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ മിഥുനക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പുണർദവും ചേരുന്ന മുക്കാൽ ഭാഗവും ചേരുന്ന മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രനും വ്യാഴവും 2-ൽ ബുധനും സൂര്യനും 3-ൽ കേതു 4-ൽ ചൊവ്വ 9-ൽ രാഹു 10-ൽ ശനി ദോഷപരമായിട്ടുള്ളൊരു സമയത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കർമ്മസ്ഥാനം, കർമ്മരംഗം, തൊഴിൽ രംഗം വളരെ മന്ദഗതിയിലായിരിക്കും എന്നതിൽ സംശയമില്ല. തൊഴിലിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷമാശീലം സഹിക്കേണ്ടി വരും. തൊഴിൽ നിർത്തിയിട്ട് വേറെ വല്ല ജോലിക്ക് പോകണോ എന്നുള്ള ചിന്തയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മൗനം പാലിച്ച് സാമ്പത്തിക വ്യവസ്ഥതയെക്കുറിച്ച് ചെലവ് ചുരുക്കി, വരുമാനത്തിനനുസരിച്ച് ചെലവ് ചുരുക്കി നാമജപങ്ങളും പാരായണങ്ങളും ഗ്രഹദോഷത്തിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്യാൻ പറ്റാത്തവർ ഗ്രഹദോഷ ശാന്തിക്കായി അതിൻ്റേതായിട്ടുള്ള സ്വസ്ത്രങ്ങളും മറ്റും ജപിച്ചു വരികയാണെങ്കിൽ ദോഷാധിക്യം കടന്നു പോകാം. അതായത് മഴ പെയ്യുന്ന അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു പറ്റില്ല. പക്ഷേ ചില കുടകൾ മൂലം നമ്മൾക്ക് അതിനെ അതിജീവിച്ച് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പോക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കാരണം വളരെ ശ്രദ്ധാപൂർവം പോയിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ അലോസരപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം കുടുംബനാഥൻ ഏറ്റെടുത്തുകൊണ്ട് അതിനെ രക്ഷിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സംവിധാന വിധം നിയന്ത്രിച്ച് പോകേണ്ട വിധം ആയിട്ട് ചെയ്യണം. ധനത്തെ പറ്റി ഉള്ള പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതയെപ്പറ്റി പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അസുഖങ്ങളെപ്പറ്റി പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. സഹായിക്കുന്നവരെല്ലാം കൈവിട്ടു പോകുന്ന ഒരവസ്ഥകളുണ്ടാവും. സഹോദരരെല്ലാം നമ്മൾക്ക് ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതയുണ്ട്. ശത്രുദോഷം കാരണം നല്ലൊരു ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കൾ ആഭിചാരം ചെയ്തുവോ എന്നൊരു സംശയം തോന്നി തുടങ്ങാനുള്ള സമയം കൂടിയാണ്. കാരണം സ്തംഭനമാണ് പറഞ്ഞത്. തൊഴിൽ സ്തംഭനം, ധനസ്തംഭനം, കുടുംബജീവിത സ്തംഭനം ഇതൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് പതറിപ്പോവും എന്നാണ് പറയുന്നത്. ആ പതറിൽ നിന്നും രക്ഷപ്രാപിക്കും നാമജപങ്ങളും പരിഹാര മാർഗങ്ങളും. അത് ധനപരമായിട്ട് ഉള്ളവർക്കാണെങ്കിൽ പരിഹാര മാർഗം, അല്ലാത്തവർക്ക് നാമജപങ്ങളും മറ്റുള്ളതും ചെയ്യണം. കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് 10-ാം ഭാവത്ത് നിൽക്കുന്നത് ശനിയാണ്. ശനി സ്വസ്ത്രങ്ങൾ ചെയ്യുക, ശനിഗ്രഹ മന്ത്രപൂജ ചെയ്യുക, നീരാഞ്ജനം സ്വയം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അമ്പലത്തിൽ ചെയ്യുക. വ്യാഴപ്രീതി വരുത്തുക. വ്യാഴത്തിന് വിഷ്ണു സഹസ്രനാമ ശ്ലോകം ചൊല്ലുക 20 മിനിറ്റ് നേരം ദിവസേന. അതുപോലെ സൂര്യൻ ശിവക്ഷേത്രത്തിൽ ധാരാവിളക്ക് മാല ചൊല്ലുക, അല്ലെങ്കിൽ ഓം നമഃശിവായ, അല്ലെങ്കിൽ ഒരു രുദ്രായ നമ 108 പ്രാവശ്യം ചൊല്ലുക. കേതുവാണ്, ഗണേശ മന്ത്രം ചൊല്ലുക. അതുപോലെ 4-ാം ഇടത്തിൽ നിൽക്കുന്ന ദേഹസംബന്ധമായിട്ടുള്ള രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം ചിലപ്പോൾ ഉരുവിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക, ഭാഗ്യസൂക്തി നടത്തുക. ഇങ്ങനെയുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആഗസ്റ്റ് മാസത്തിന് തള്ളിക്കൊണ്ട് പോകാം. അടുത്ത സെപ്റ്റംബർ മാസത്തെ ഫലമല്ല, അത് അപ്പോൾ നോക്കാം എന്നുള്ള ചിന്തയാണ് പറയുന്നത്. എന്നിരുന്നാലും ഇതിന് രാശിക്കാർക്കും ഇടയിൽ ചില ദിവസങ്ങൾ നല്ല ദിവസങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ എടുത്തു പറയുന്നതാണ്. ആ ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ നല്ലത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പറയും, അത് ആ ദിവസങ്ങളിൽ ചിലപ്പോൾ ഒന്നും നടന്നില്ല പറയും. അത് ഞാൻ പറയുകയുള്ളൂ എന്ന് പറയാം. അതുപോലെ തന്നെ ഈ മേഖലയിൽ പെട്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ധനസംബന്ധമായിട്ട്, അക്കൗണ്ട് സംബന്ധമായിട്ട്, അതായത് ധനകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരും ധനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും പണ ഇടപാട് നടത്തുന്നവരും ആഭരണ സംബന്ധമായിട്ടുള്ള ഇടപാട് നടത്തുന്നവരാണ് വളരെ സൂക്ഷിക്കേണ്ടത്. അവർ കൈയബദ്ധങ്ങൾ പറ്റുവാനുള്ള സാധ്യതയുണ്ട്. കൈവശം നിന്ന് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. തിരിമറികൾ നടത്തുവാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ചില കുബുദ്ധികളെല്ലാം പോകാനുള്ള സാധ്യതയുണ്ട്. ഇവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മെഷീനറി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ ഗൃഹ സംബന്ധമായിട്ടുള്ള, ഗൃഹം പറഞ്ഞ ഭവന സംബന്ധമായിട്ട്, ഭൂമി സംബന്ധമായിട്ട്, മണ്ണ് സംബന്ധമായിട്ട് എന്ന് തന്നെ പറയാം. മണ്ണ് കൊണ്ടാണല്ലോ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. മണ്ണ് കൊണ്ടാണ് ഇഷ്ടിക ഉണ്ടാക്കുന്നത്. മണ്ണ് കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് വരുന്ന സാധനം. ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും, കൺസ്ട്രക്ഷൻ വർക്കായാലും ശരി, റിയൽ എസ്റ്റേറ്റ് ആയാലും ശരി, വസ്തു കച്ചവടമായാലും ശരി, എല്ലാറ്റിലും സ്തംഭനമാണ് കാണുന്നത്.
ആ സ്തംഭനം മാറ്റി നിൽക്കാൻ വേണ്ടി ഈ പരിഹാരമേ മാത്രമുള്ളൂ. ആഗസ്റ്റ് മാസത്തിൽ അത് ചെയ്തു വരുന്ന പക്ഷം ഇവർക്ക് ദോഷാധിക്യം മാറി സെപ്റ്റംബർ മാസത്തിലേക്ക് പോകുമ്പോൾ കുറച്ചൊരു മാറ്റം വരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.